ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പിയിൽ ഫയർഫോഴ്സ് സ്വന്തമായ ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാവുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ അഗ്നിരക്ഷാ നിലയം നിർമ്മിക്കുന്നത്. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് പരിസരത്ത് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 2021 വാടക കെട്ടിടത്തിൽ ഫയർഫോഴ്സ് ആരംഭിച്ചു. തുടർന്ന് വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ മത്സ്യമാർക്കറ്റിന്റെ സ്ഥലം വിട്ടു നൽകി. ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. 3 കോടി രൂപയുടെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ച് PWD ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നമുക്ക് നടത്താം. പക്ഷെ വർക്ക് അതിന്റെ ഭാഗമായി പെൻഡിങ് ആവരുത്. അതുകൊണ്ട് വർക്ക് നടക്കണം, പെട്ടെന്ന് വർക്ക് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപ്പൊ വളരെ വേഗത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫയർ സ്റ്റേഷൻ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള ഫയർ സ്റ്റേഷനായി മാറും. കേരളത്തിൽ എവിടെയും ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് വളരെ വേഗത്തിൽ തന്നെ കെട്ടിടത്തിന് സ്വന്തമായ സ്ഥലവും കെട്ടിടത്തിനും ഫണ്ട് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പഴയ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. പട്ടാമ്പി തൃത്താല മേഖലകളിൽ അത്യാഹിതമുണ്ടായാൽ ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ കൊടലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ. ഇവിടെ സ്ഥലപരിമിതിയുമുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.